Ethnic Health Code in Public Interest. നമസ്കാരം, ഞാൻ ഡോക്ടർ വൈശാഖ് അനന്തപുരി ഹോസ്പിറ്റൽ MNC ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. പൊതുവെ ഇപ്പോൾ ഏറ്റവും വലിയൊരു എന്താണ് പറയുക, നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ മാസ്കിൻ്റെ ലഭ്യതയെ പറ്റിയാണ്. ലഭ്യത ഭയങ്കരമായി നമ്മുടെ കേരളത്തിൽ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ലഭ്യതയെ പറ്റി. അപ്പോൾ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യണോ? വേണ്ട. ആര് യൂസ് ചെയ്യണം? ജലദോഷം, പനി, സിംറ്റംസ് ഉള്ളവർ മാത്രം മാസ്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ ആൾക്കാർ ആര് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു എബ്രോഡ് ട്രാവൽ കഴിഞ്ഞ് വരുന്നവർക്ക് വിത്തിൻ 28 ദിവസം വരെ നമുക്ക് സ്പ്രെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ മാത്രം മാസ്ക് യൂസ് ചെയ്യുക. ഓക്കെ, അനാവശ്യമായി മാസ്ക് പബ്ലിക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഇല്ല. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ആര് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ, പേഷ്യൻറ്റിനും, അതായത് സസ്പെക്റ്റ്, ഒരു COVID-19 ഈ കൊറോണ വൈറസ് സസ്പെക്റ്റ് ചെയ്യുന്ന രോഗിക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ക്ലോസ് ആയിട്ട് പരിചരിക്കുന്നവർ, അതായത് പേഷ്യൻ്റെ കൂട്ടിരിപ്പുകാർ, ഇങ്ങനെ സസ്പെക്റ്റഡ് പേഷ്യൻസിൻ്റെ കൂട്ടിരിപ്പുകാർ, ഡോക്ടേഴ്സ്, സ്റ്റാഫ് നഴ്സസ്, പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നവർ മാത്രം മാസ്ക് ഉപയോഗിക്കുക. ഈ മാസ്ക് ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട്. എങ്ങനെ കെട്ടണം? നമ്മുടെ സാധാരണ 3 ലെയർഡ് മാസ്കാണ്, അതായത് സാധാരണ ഒരു 3 ലെയർഡ് ഫേസ് മാസ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മാസ്കിൻ്റെ സർഫസിൽ കോൺടാക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇന്നർ ആൻഡ് ഔട്ടർ ആസ്പെക്റ്റ്. ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഫുൾ കവർ ചെയ്യണം, മൂക്ക്, നമ്മുടെ ചിൻ കവർ ചെയ്യണം, പിന്നെ 2 സൈഡ്സും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ മാസ്ക് കെട്ടിക്കഴിഞ്ഞാൽ ഇത് വെറ്റാവുന്ന അപ് ടു 6 hours നമുക്ക് ഒരു ഫേസ് മാസ്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്പോസിബിൾ ഫേസ് മാസ്ക് 6 hours വരെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇത് വെറ്റായി കഴിഞ്ഞാലോ, നമ്മൾ തുമ്മി ഇതിലല്ലെങ്കിൽ സ്പില്ലേജ്, പേഷ്യൻറ്റിൻ്റെ സ്പില്ലേജസ്, ഇത് വെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് മാറ്റാം. മാസ്ക് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, മാസ്ക് കെട്ടുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഫേസിൽ ഈ മാസ്ക് ഇരിക്കുമ്പോൾ ഇതിൽ ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ്, ഇതിൽ ഫ്രീക്വൻറ്റ് ടച്ചസ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഇത് മാസ്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, ഈ മൂക്കിൻ്റെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ കൈ റബ്ബ് ചെയ്യാം, അല്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് ഹാൻഡ് വാഷ് ചെയ്യാം. പിന്നെ ഈ മാസ്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? ഈ ഡിസ്പോസൽ, നമ്മളിപ്പോൾ പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ, ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെറുതെ വലിച്ച് കെട്ടിയ മാസ്കുകൾ പലതും പൊട്ടിച്ച് റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥ കാണാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ മാസ്ക് ഊരുന്നതിനും ഒരു രീതിയുണ്ട്. മാസ്കിൻ്റെ എഡ്ജസിൽ പിടിച്ച് മാത്രം വേണം മാസ്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ. എഡ്ജസിൽ, കോർണേഴ്സിൽ പിടിച്ച് മാത്രം മാസ്ക് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പുറം ഭാഗത്ത് ഒരിക്കലും ടച്ച് ചെയ്യരുത്. അകം ഭാഗത്തുനിന്ന് വിരലിട്ട് പുറം ക്ലോസ് ചെയ്ത് വേണം മാസ്ക് ചുരുട്ടി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും മറക്കരുത് ഹാൻഡ് വാഷ്. നമ്മുടെ പേഴ്സണൽ ഹൈജീനാണ് ഇതിൽ പ്രൈമറി ഇമ്പോർട്ടൻറ്റ്. Ethnic Health Code in Public Interest.